മുൻ NIA ഉദ്യോഗസ്ഥൻ TK രാജ്മോഹൻ സാറിലേക്കാണ് പോകുന്നത്. ശ്രീ TK രാജ്മോഹൻ സാർ, അല്പസമയം മുമ്പാണ് NIA തഹാവൂർ ഹുസൈൻ റാണയുടെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു വിവരമനുസരിച്ച് ഈ മുംബൈയിലെ ഭീകരാക്രമണം നടക്കുന്നതിന് മുമ്പ് തഹാവൂർ റാണ താമസിച്ച ചില ഇടങ്ങളെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. അത് കൃത്യമായ വിവരങ്ങൾ തന്നെയാണ്. NIA വളരെ കൃത്യമായ ആ വിവരങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. ആഗ്ര, ഹാപ്പൂർ, കൊച്ചി, അഹമ്മദാബാദ്, മുംബൈ ഈ 5 ഇടങ്ങളിലാണ് ഭീകരാക്രമണം നടക്കുന്നതിന് മുമ്പുള്ള നവംബർ 26 മുമ്പുള്ള ദിവസങ്ങളിൽ തഹാവൂർ റാണ ഭാര്യയുമൊത്ത് താമസിച്ചത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഇടം എന്ന് പറയുന്നത് കൊച്ചിയാണ്. ഈ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം വലിയ അന്വേഷണം ഇനി വരാനിരിക്കുകയില്ലേ? കാരണം ഇത് എന്തിനാണ് നവംബർ 16, 17 തീയതികളിലാണ് ഈ തഹാവൂർ റാണ കൊച്ചിയിൽ താമസിച്ചത്. അപ്പോൾ ഈ ഇവരുടെ ഒരു ലക്ഷ്യം വെച്ച് നോക്കുമ്പോൾ കൊച്ചിയും ഈ തഹാവൂർ റാണയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഹോട്ട് പോയിന്റായി തിരഞ്ഞെടുത്തിരുന്നോ എന്ന് വേണം ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ. തീർച്ചയായിട്ടും സംശയിക്കാനൊന്നുമില്ല. കാരണം ഈ കേസ് NIAയുടെ കേസ് നമ്പർ 4/2019 2009 കേസ് നമ്പർ 4 ആദ്യത്തെ കേസാണ്, ആദ്യകാലത്തുള്ള കേസാണ്. ആ കേസെന്ന് പറയുന്നത് മുംബൈ ബ്ലാസ്റ്റ് അറ്റാക്കിൻ്റെ കോൺസ്പിറസിയായി ബന്ധപ്പെട്ട കേസാണ്. ആ കേസന്വേഷണത്തിലാണ് NIA കേസന്വേഷണം പൂർത്തിയാക്കിയതിന് ശേഷം ചാർജ് ഷീറ്റ് ചെയ്തു സ്പെഷ്യൽ കോർട്ടിൽ ഡൽഹിയിൽ. ചാർജ് ഷീറ്റ് ചെയ്തത് 9ഓളം അക്യൂസ്ഡ് പേരിലാണ്. അതിൽ അക്യൂസ്ഡ് 1 ആണ് ഡേവിഡ് ഹെഡ്ലി, നമ്പർ 2 ആണ് നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്ത തഹാവൂർ ഹുസൈൻ. അയാളുടെ പേര് ശരിക്ക് ഫുൾ നെയിം ഡോക്ടർ തഹാവൂർ ഹുസൈൻ റാണയാണ്. തഹാവൂർ ഹുസൈൻ റാണ, ഡോക്ടർ തഹാവൂർ ഹുസൈൻ റാണ. അത് അയാളിപ്പോൾ NIA അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്, വളരെ അഭിമാനമുണ്ട്. കാരണം അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് പോകുന്നത് ഇന്ന് ഭരിക്കുന്ന ഗവൺമെൻറ് തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം അടുത്ത കാലത്തൊന്നും നമ്മുടെ ഇങ്ങനെയൊരു എക്സ്ട്രഡീഷൻ നടത്തി നമ്മൾ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അക്യൂസിനെ ഇവിടെ കൊണ്ടുവന്ന് അയാളിപ്പോൾ നമ്മൾ ആദ്യമായി ചോദ്യം ചെയ്യുകയാണ്. ഞങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യമാണ്, പക്ഷേ അൺഫോർച്ചുനേറ്റ് സാധിച്ചില്ല. പക്ഷേ ഇപ്പം നമ്മുടെ NIAയുടെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ അഭിമാനമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ തഹാവൂർ റാണ ഒരുപാട് ഇൻഫർമേഷൻ അന്ന് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പാകെ നിരത്തിയിട്ടുണ്ട്. അതിൽ ഒരു സ്ഥലമാണ് ഇപ്പോഴദ്ദേഹം ഇവിടെ ഈ ഇന്ത്യയിൽ പല സ്ഥലത്തും സഞ്ചരിച്ചിട്ടുണ്ട്. ശരിക്ക് അയാളൊരു ബാക്കപ്പായിരുന്നു ഹെഡ്ലിക്ക്. ഹെഡ്ലിയുടെ എല്ലാ മൂവ്മെൻറ്റും കൺട്രോൾ ചെയ്തതും ഹെഡ്ലിക്ക് എല്ലാ ഫൈനാൻസ് എല്ലാം സപ്ലൈ ചെയ്തതും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തത് തഹാവൂർ റാണയാണ്. അപ്പോൾ അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗത്ത് സഞ്ചരിച്ചിട്ട് എന്തിനാണ് അദ്ദേഹം കൊച്ചിയിലേക്ക് വന്നത്? അതാണ് നമ്മുടെ ഇപ്പോൾ ചോദ്യം. കൊച്ചിയിൽ അദ്ദേഹം താമസിക്കാൻ വേണ്ടി എന്താണ് കാരണം? അപ്പോൾ അന്ന് അന്വേഷണം നടത്തിയപ്പോൾ ഒരുപാട് ഇൻപുട്സ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റില്ല. എന്നാലും പല സംശയങ്ങൾ അന്ന് തന്നെ ഉണ്ട്. പക്ഷേ അൺലെസ് ആൻഡ് അണ്ടിൽ ഈ അക്യൂസ്ഡിനെ നേരിട്ട് ഇൻറ്ററോഗേറ്റ് ചെയ്യാതെ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഈ പറഞ്ഞ ഇൻഫർമേഷൻ ശരിയാണെന്ന്. അത് എനിക്ക് തോന്നുന്നു NIA ഇനിയിപ്പോൾ അദ്ദേഹത്തിനെ നേരിട്ട് ഇൻറ്ററോഗേറ്റ് ചെയ്യണം. അപ്പം നേരിട്ട് ഇൻറ്ററോഗേറ്റ് ചെയ്യുമ്പം ആ ഇൻറ്ററോഗേറ്റ് സമയത്ത് നമ്മളെ ബ്ലാങ്ക് ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. ആ ഇൻഫർമേഷൻ വെച്ച് ആ ഇൻറ്ററോഗേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അന്ന് ഞങ്ങളിലൊക്കെ വന്നു ചേർന്ന സംശയങ്ങളുണ്ട്. അതായത് എന്തിനാണ് കൊച്ചി വന്നത്? കൊച്ചി എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലത്തെ ഒരു ഹബ്ബാണ്, ഒരു എക്കണോമിക്കൽ ഹബ്ബാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതുമായി ബന്ധപ്പെട്ടാണോ? പിന്നെ ഇവിടെ കൊച്ചി ഷിപ്പ് യാർഡുണ്ട്. അപ്പോൾ അതുപോലെ ഒരു വൈറ്റൽ പ്ലേസസ് ഉണ്ട്. കാരണം നമ്മൾ ഈ ഹെഡ്ലിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഹെഡ്ലിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം അത് പിന്നെ പബ്ലിക്കാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് അവർ ഈ ബോംബെ അല്ലാത്ത പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളും സപ്പോർട്ടേജ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. ഈവൻ കുംഭമേള ഒരു സ്ഥലമാണ് അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ ഒരു വൈറ്റൽ ഇൻസ്റ്റലേഷൻസ്. അപ്പോൾ ആ കാലത്ത് സംശയം ഉണ്ടായിരുന്നു നമ്മളെ കൊച്ചിൻ ഷിപ്പ് യാർഡുമാരിലെ വൈറ്റൽ ഇൻസ്റ്റലേഷനിലാണോ ഇവിടെ വന്നത്. അതല്ല, ഈ റാണ അന്നൊരു ഏജൻസി നടത്തിയിരുന്നു, ഒരു ഇമിഗ്രേഷൻ ഏജൻസി. അതൊരു കവറപ്പായിരുന്നു. ഇമിഗ്രേഷൻ ഏജൻസി നടത്തിയിരുന്നു. ആ ഇമിഗ്രേഷൻ ഏജൻസിയുടെ കെയർ ഓഫിൽ റിക്രൂട്ട്മെൻ്റ് ആണോ സംശയം? അതും സംശയിച്ചിട്ടുണ്ട്. റിക്രൂട്ട്മെൻ്റ് ആയിരുന്നോ? കാരണം റിക്രൂട്ട്മെൻറ്റ് അക്കാലത്ത് കേരളത്തിലൊക്കെ പല റിക്രൂട്ട്മെൻറ്റ് നടത്തിയിരുന്നു. നമ്മൾ കാശ്മീർ റിക്രൂട്ട്മെൻറ്റ് കേസൊക്കെ നമ്മൾ ആ സമയത്ത് കണ്ടതാണ്. അപ്പോൾ ആ സമയത്തുള്ള അങ്ങനെ റിക്രൂട്ട്മെൻറ്റ് നടത്താൻ വേണ്ടി വന്നതാണോ? അതും സംശയമാണ്.
അത് കൂടാതെ ഈ ഫൈനാൻസ് ടെറർ ഫണ്ടിങ്ങിന് വേണ്ടി വന്നതാണ്, അത് സംശയമാണ്. കാരണം ടെറർ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട വല്ല സ്ലീപ്പർ സെൽസ് ഇവിടെ ഉണ്ടോ? പലതരം സ്ലീപ്പർ സെൽസ് പല കാലത്തും നമ്മുടെ സംസ്ഥാനത്ത് വെളിയിലും പിന്നെ തമിഴ്നാട്ടിലും കർണാടകയിലും ബാംഗ്ലൂരും പല സ്ഥലത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സ്ലീപ്പർ സെൽസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും പല ഇൻപുട്സും കിട്ടിയത് അതൊക്കെ അനലൈസ് ചെയ്യണം. ആ അനലൈസ് ചെയ്യാൻ വേണ്ടി അൺഫോർച്ചുനേറ്റ്ലി അന്ന് ഈ അക്യൂസ്ഡ് എന്ന് പറയുന്ന റാനയെ നമുക്ക് നേരിട്ട് ഇൻട്രോഗേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഫോർച്ചുനേറ്റ്ലി അത് സാധിച്ചിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും നേർക്ക് ഇൻട്രോഗേഷൻ ചെയ്യുമ്പം കൂടാതെ ഇൻട്രോഗേറ്റ് ചെയ്യുന്ന ടീമിന് ഒരുപാട് ഇൻപുട്സും കയ്യിലുള്ള അവസ്ഥക്ക് നമുക്ക് ഈ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ പറ്റും. അങ്ങനെ സംശയങ്ങൾ ദൂരീകരിക്കുമ്പോഴാണ് ഓരോ അദ്ദേഹം അഹമ്മദാബാദിൽ പോയിരുന്നു, മുംബൈയിൽ പോയിരുന്നു, ആഗ്രയിൽ പോയിരുന്നു, ഫാമിലി ആയിട്ട് വൈഫ് എന്ന് പറഞ്ഞ ലേഡി ആയിട്ടാണ് പോയിരിക്കുന്നത്, പിന്നെ പുഷ്കറിൽ പോയിരുന്നു. എന്തിനാണ് പോയത്? പിന്നെ കൊച്ചിയിൽ വേറെ കാര്യമുണ്ട്. കൊച്ചിയിൽ ഒരു സിനഗോഗ് ഉണ്ട്, അതായത് ഒരു ജൂയിഷ് പ്ലേസസ് ഉണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് വന്നാണോ? അങ്ങനെ പല സംശയങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ആളുകളിൽ നമ്മുടെ NIA ഓഫീസേഴ്സ് വെരി പ്രൊഫഷണലാണ്, അവർ വെരി കോമ്പിറ്റന്റ് ഓഫീസേഴ്സാണ്. ആ വിഷയം പരിശോധിച്ചിരുന്നുവെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ ഹെഡ്ലിയുമായി ബന്ധപ്പെട്ട് അതുപോലെ കൊച്ചിയിൽ വന്നതുമായി ബന്ധപ്പെട്ട് മൊസാദ് ഉൾപ്പെടെ ആ വിഷയത്തിൽ അന്വേഷണം നടത്തിയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. തീർച്ചയായിട്ടും അതാണ് ആ കാലത്ത്. അതുപോലെ ഇപ്പോൾ ജൂയിഷുമായി ബന്ധപ്പെട്ട് അത് ഒരു ഇന്റർനാഷണൽ റാമിഫിക്കേഷനിലാണ്. അപ്പം ഇതൊക്കെ നമ്മൾ ഈ പസിലൊക്കെ നമ്മൾ സോൾവ് ചെയ്യണം. ഇതൊക്കെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ നൈബറിംഗ് കൺട്രിയായ പാകിസ്ഥാനെ എങ്ങനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും. ആ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നതും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇയാളുടെ ഇൻട്രോഗേഷനിൽ കൂടിയാണ്. അപ്പോൾ ഇൻട്രോഗേഷൻ ഓഫ് റാന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഇൻട്രോഗേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്കറിയാം. കാരണം ഈ കേസിൽ ചാർജ് ഷീറ്റ് ചെയ്ത ആദ്യത്തെ ആ 5 പേരെന്ന് പറയുന്നത് ലഷ്കർ-ഇ-തോയ്ബയുടെ സീനിയർ ലീഡേഴ്സാണ്. പിന്നെ ബാക്കി 2 പേരെന്ന് പറയുന്നത് ISIയുടെ ഓഫീസേഴ്സാണ്. നമ്മൾ ചാർജ് ഷീറ്റ് ചെയ്ത് അവരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, അവരെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അവർക്ക് ലെറ്റർ ഓഫ് റെഗുലേറ്ററി പാകിസ്ഥാനിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലെറ്റർ ഓഫ് റെഗുലേറ്ററി അയച്ചു കൊടുത്തപ്പോൾ നമ്മളെ 2 ഓഫീസർമാരെ ക്ലീൻ ആയിട്ട് ആരാണ് എന്താണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു മറുപടി ഇന്ന് അവരെ കിട്ടിയിട്ടില്ല. അപ്പം നമ്മുടെ രാജ്യത്തിന് സ്ഥിതി ശിഥിലീകരിക്കാൻ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ പറയാനുള്ള ടെററിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വാർ അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റിയാണ്. ഇത് നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് മാത്രമല്ല, അത് ഹ്യൂമാനിറ്റിക്കെതിരായിട്ടുള്ള ഒരു വാറാണ് ടെററിസം. അപ്പോൾ അത് പ്രൊപ്പഗേറ്റ് ചെയ്യാണ് നമ്മുടെ നെയ്ബറിംഗ് കൺട്രിയായ പാകിസ്ഥാൻ. അപ്പോൾ അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇപ്പോൾ ഇൻട്രോഗേറ്റ് ചെയ്യുന്ന NIA സ്ലൂസിന് അല്ലെങ്കിൽ NIA ഓഫീസേഴ്സിനുണ്ട്. അപ്പോൾ അങ്ങനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ഒരു നേട്ടമാണ്. അപ്പം നമ്മുടെ ഓഫീസർമാർ പേഴ്സൺ ടു പേഴ്സൺ ഇൻട്രോഗേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ഇൻപുട്സും ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. ആ ഇൻഫർമേഷൻ യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് ഫർദറായിട്ട് ഇനിയും ഇന്ത്യയിൽ വല്ല സ്ലീപ്പർ സെൽസും ബാക്കിയുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും ഫൈനാൻസ് നടത്തേണ്ട പ്രാപ്തരായ ആൾക്കാർ കഴിഞ്ഞ 15 വർഷമായിട്ട് ഒളിഞ്ഞു കിടപ്പുണ്ടോ?